ഇന്ത്യയുടെ മണ്ണിനങ്ങൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നോക്കുന്നത്. ഭൗമോപരിതലത്തിൽ രൂപം കൊള്ളുന്ന ശിലാപദാർത്ഥങ്ങളുടെയും ജൈവ പദാർത്ഥങ്ങളുടെയും മിശ്രിതമാണ് മണ്ണ്. അപ്പം ഭൗമോപരിതലത്തിൽ രൂപം കൊള്ളുന്ന ശിലാപദാർത്ഥങ്ങളുടെയും ജൈവ പദാർത്ഥങ്ങളുടെയും മിശ്രിതമാണ് മണ്ണ്. ഭൂപ്രകൃതി, മാതൃശില, കാലാവസ്ഥ, സസ്യജാലങ്ങളും ജീവരൂപങ്ങളും കാലം എന്നിവ മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പം ഭൂപ്രകൃതി സ്വാധീനിക്കുന്നുണ്ട്, ഏത് മാതൃശിലയാണെന്ന് അത് സ്വാധീനിക്കുന്നുണ്ട്, കാലാവസ്ഥ സ്വാധീനിക്കുന്നുണ്ട്, സസ്യജാലങ്ങളും അതേപോലെ തന്നെ ജീവരൂപങ്ങളും അതുപോലെ തന്നെ കാലം, ഇത്രയുമാണ് മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഇത് കൂടാതെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നു. അതായത് കൃഷി, കെട്ടിട നിർമ്മാണം, അതായത് പാറ പൊട്ടിക്കൽ, ഇതേപോലുള്ള മനുഷ്യൻ്റെ പ്രവൃത്തികളും മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. പുരാതന കാലത്ത് മണ്ണിനെ 2 പ്രധാന വിഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു: ഊർവര എന്നും ഉഷാരമെന്നും. ഊർവര എന്ന് പറഞ്ഞാൽ ഫലഭൂഷ്ഠമായ മണ്ണിനെയാണ് ഊർവര എന്ന് പറയുന്നത്. ഉഷാര എന്ന് പറഞ്ഞത് വളക്കൂറില്ലാത്ത മണ്ണിനെയാണ് ഉഷാര മണ്ണെന്ന് പറയുന്നത്. മണ്ണ് രൂപീകരണ പ്രക്രിയ അറിയപ്പെടുന്നത് പെഡോജനിസിസ് എന്നാണ്. അപ്പോൾ മണ്ണ് രൂപീകരണ പ്രക്രിയ പെഡോജനിസിസും, എന്നാൽ മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം പെഡോളജി. സ്വാതന്ത്ര്യത്തിനു ശേഷം നിരവധി ഏജൻസികൾ ഇന്ത്യയുടെ മണ്ണിനങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ സർവേ നടത്തിയിട്ടുണ്ട്. അതിൽ 1956 സ്ഥാപിതമായ സോയിൽ സർവേ ഓഫ് ഇന്ത്യ 1956 സ്ഥാപിതമായ സോയിൽ സർവേ ഓഫ് ഇന്ത്യ ദാമോദർ താഴ്വരയിലുള്ള ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളുടെ മണ്ണിനങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായ സമഗ്രമായ പഠനം നടത്തിയിട്ടുണ്ട്. 1956 സ്ഥാപിതമായ സോയിൽ സർവേ ഓഫ് ഇന്ത്യ ദാമോദർ താഴ്വര പോലുള്ള ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളുടെ മണ്ണിൻ്റെ സമഗ്രമായ പഠനം നടത്തിയിട്ടുണ്ട്. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1958 സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1958. എന്നാൽ സോയിൽ സർവേ ഓഫ് ഇന്ത്യ 1956 സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ 1958 സ്ഥാപിതമായത്. ഇന്ത്യയിലെ മണ്ണിനങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ICAR. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്യൂറോ ഓഫ് സോയിൽ സർവേ ആൻഡ് ലാൻഡ് യൂസ് പ്ലാനിംഗ്. എന്നോട് പറയാം, ഇന്ത്യയിലെ മണ്ണിനങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്യൂറോ ഓഫ് സോയിൽ സർവേ ആൻഡ് ലാൻഡ് യൂസ് പ്ലാനിംഗ്. ഇനി ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ നമുക്ക് വർഗീകരിക്കാം. പ്രധാനമായി 8 എണ്ണമായിട്ടാണുള്ളത്. 1 എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചുവന്നതും മഞ്ഞ നിറഞ്ഞതുമായ മണ്ണ്, ചെങ്കൽ മണ്ണ്, വരണ്ട മണ്ണ്, ലവണ മണ്ണ്, പീറ്റ് മണ്ണ്, വനമണ്ണ്. ഒന്നുകൂടെ പറയാം, 8 തരംതിരിക്കുന്നു ഇന്ത്യയിലെ മണ്ണിനങ്ങൾ. അതിലൊന്ന് എക്കൽ മണ്ണ്, 2 കറുത്ത മണ്ണ്, 3 ചുവന്നതും മഞ്ഞ നിറത്തിലുമായി ഉള്ള മണ്ണ്, ചെങ്കൽ മണ്ണ്, വരണ്ട മണ്ണ്, ലവണ മണ്ണ്, പീറ്റ് മണ്ണ്, വനമണ്ണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.